ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും കുനിഞ്ഞ ചാകട്ടം പറഞ്ഞു. നമ്മൾ നൂടണം. അത് സോറി തട്ടി സോറി പറഞ്ഞു. എന്താ എന്താ ഇപ്പൊ എന്താ പറയും, നോ പറയും, താ പറയും, വാ പറയും, ഇങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ. ബാപ്പാന്നൊക്കെ പറയും. അച്ഛാന്നിപ്പം വിളിക്കുന്നില്ല, ബാപ്പാന്ന് വിളിക്കുന്നത്. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോ ഇങ്ങനെ തൊട്ടിട്ട് അച്ഛന്നൊക്കെ വിളിക്കും. സത്യം പറഞ്ഞ നമ്മൾ ട്രിപ്പ് അടുപ്പിച്ച്, ലക്ഷദ്വീപ് ട്രിപ്പും അതേപോലെ തന്നെ നമ്മുടെ മലേഷ്യ ട്രിപ്പൊക്കെ അടുപ്പിച്ചായിരുന്നു. നമ്മുടെ ഫുഡിനൊരു കറക്റ്റ് പുറത്തുനിന്നുള്ള ഫുഡ് എക്സസൈസ് ഇല്ല. ഈ ഒരു ട്രിപ്പിന്റെ ഇടയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇന്നലെയാണ് കുറെ നാൾക്ക് കൂടി കുറച്ച് നേരം നടന്നത് ഗൈസ്. അല്ലാണ്ട് എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നലെയൊക്കെ പോയി സാധനമൊക്കെ വാങ്ങിച്ച് ഈ ഒരു മാസം കറക്റ്റ് ഡയറ്റ് മീറ്ററൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എത്ര ദിവസത്തേക്ക് ക്രീമൊക്കെ ഒലിച്ചിറങ്ങുന്ന കേട്ടാ. നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇത് വൈറൽ ഫുഡ് ചലഞ്ച് അല്ല. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടോ, എന്തൊക്കെ ഐറ്റംസ് ആണ് കണ്ടോ. ഇതെന്താണ്? മൽബറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, എല്ലാ ബെറിയും ഉണ്ടല്ലേ. നിങ്ങൾ വേറൊരു കാര്യം വിചാരിക്കില്ല, ഇത്രയും സാധനങ്ങളൊന്നും നമുക്ക് ഒരിക്കലും വീട്ടിലുണ്ടാവാറില്ല. അപ്പൊ നമ്മള് ഈ മാസം തൊട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഡയറ്റ് ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി ആയിട്ട് നമ്മൾ ഈ മാസം തുടക്കം തന്നെ എല്ലാ സാധനവും വാങ്ങി. അല്ലേ ബ്രദറെ? നിന്റെ പാട്ട് ഇവിടെ വേണ്ട. ഇത്തിരി മുമ്പ് റിമോട്ട് എടുത്തുകൊണ്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചവരാണ് ക്യാമറ ഇപ്പം പിടിച്ചതേ ഉള്ളൂ. ഒരു ഒറ്റ അടി ലെൻസിൽ ഞാൻ തുടച്ചോണ്ട് വന്നതേ ഉള്ളൂ. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടിരിക്കണ നമ്മുടെ സാൻഡ്വിച്ച്. ഞാൻ സംഭവം കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ചിക്കൻ മറ്റേ അത് കാണാം നമുക്ക് എന്തിനാണ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ അതിന്റെ സാൻഡ്വിച്ച്, ബ്രെഡ് സാൻഡ്വിച്ച്. ഇത് നമുക്ക് വെറും 2 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? അല്ല, വേവാൻ ടൈം വേണം. 2 മിനിറ്റ് പോരെ? നമുക്ക് പണിയില്ല, പക്ഷെ അത് വേവണം. ആവിയിൽ വേവിക്കുന്നല്ലേ. എത്ര മുട്ട? നമ്മൾ 3 പേരുണ്ട്. അപ്പൊ 3 പേർക്ക് കഴിക്കാൻ പറ്റും. അമ്പൂനെ ഇപ്പൊ നമ്മൾ ഒരാളായിട്ട് കൂട്ടണം. ശരിയാ. മുട്ട പൊട്ടിച്ചാ ഇടുന്നേ? ആണോ? എനിക്കറിയത്തില്ല. എന്തു പറ്റി? മുട്ടയല്ലേ വന്നതിനകത്തുനിന്ന്? പിന്നെ നിന്റെ എക്സ്പ്രഷൻ ഇത് നിറഞ്ഞു. അടുത്തത് നമ്മൾ എന്താ നോക്കിയേ? ചിക്കൻ. അരയ്ക്കൂ? എനിക്ക് ചിക്കനൊക്കെ അരയ്ക്കുമ്പോ ഒരുമാതിരി. നമ്മൾ അതിനകത്തോട്ട് വറ്റൽ മുളകും നമ്മുടെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ചിക്കൻ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. മുട്ട വെച്ചാൽ മതി. അപ്പൊ ഇതിനകത്ത് ഉപ്പ് ഒന്നും ചേർക്കത്തില്ല? ഒന്നും ചേർക്കത്തില്ല. ജസ്റ്റ് ഇങ്ങനെ ആവിയിൽ വെച്ച്. ഇത് ആരുടെ ഡിഷ് ആയില്ലേ? ഇത് ആരുടെ ആയാലും കൊള്ളാം അല്ലേ? എളുപ്പത്തിന് കണ്ടുപിടിച്ചത് പിന്നെ ട്രെൻഡായി. ഓക്കെ, എന്നാലും നമുക്ക് പരീക്ഷ നോക്കി സാധനം എങ്ങനെ ഉണ്ടോ. ഇതിലൂടെ മുട്ട വിട്ട് വിശ്വസിക്കട്ടെ. ആൾറെഡി നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ, എങ്ങനെ ഉണ്ടെന്നും. നമ്മൾ ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഇനി മൃദുലയുടെ പാവാട പോയി 2 വലിയ ഇതേ കണക്കാ. നിങ്ങളെ പിള്ളേർ ഇങ്ങനെയാണ് ഗൈസ്, അടുക്കളയിൽ വന്ന് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ അവളെ വലിച്ച് ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ മൃദുല എന്നെ വിളിക്കും, ഏട്ടാ ഏട്ടാ. അപ്പോഴേ ഓപ്പൺ ചെയ്യാം. അപ്പോഴത്തേക്ക് മൃദുല ഇവിടെ വേണ്ടേ. ഞാൻ പറഞ്ഞു, ഇന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ടും അല്ലാണ്ട് നമ്മൾ ഈ മാസം ഡയറ്റ് നോക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഈ ഒരു കുന്തോ ഒന്നും കാണത്തില്ല. ഇന്നത്തെ എല്ലാ ബെറീസും ഉണ്ട് കേട്ടോ. ഇതിലൊരു കടി കണ്ടോ? ഏതാ? എന്തോ അമ്പു അടിച്ചായിരിക്കും. ഞാൻ ഈ സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിന്റെ പേരെന്തുവാ? റാസ്ബെറി. വലിയ ടേസ്റ്റ് ഇല്ലല്ലേ? വായിച്ചെടുക്കുക. വലിയ ടേസ്റ്റ് ഇല്ല. നമ്മളൊരു എന്ത് പറയുന്ന ഒരു പുളിപ്പുണ്ട്, ചെറിയൊരു തരിതരിപ്പുണ്ട് കഴിക്കുമ്പോൾ. ആന്റി ഓക്സിഡന്റ്സ്, വൈറ്റമിൻ സി, അതുപോലെ തന്നെ ഹാർട്ടിന്റെ ഹെൽത്തിന് നല്ലതാ. ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഭയങ്കര വില കേട്ടോ. ഇത് ഒരു ചെറിയ ബോക്സിന് 400 രൂപ. ചെറിയ ബോക്സിന് 400 രൂപ. പക്ഷെ കൊള്ളാം, കുഴപ്പമില്ല. ബ്ലൂബെറിയേക്കാളും വിലയായിരുന്നു. ഈ സാധനം സൂപ്പർ കേട്ടോ. ഇത് നമ്മുടെ ഇതൊക്കെ പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോ എവിടെയെങ്കിലും മുറ്റത്ത് നിൽക്കി നമ്മൾ പറിച്ച് തിന്നുമായിരുന്നു. മൽബറി എനിക്ക് ഈ സാധനം സൂപ്പറാ. എനിക്ക് ഇഷ്ടം ഈ സാധനം.
ഇതിലെങ്ങനെ വെള്ളം, ഇത് വെള്ളം കയറി കേട്ടോ. ചിക്കൻ വെന്ത് നമ്മളൊരു 10-15 മിനിറ്റ് കാട്ടി വെച്ചു. മുട്ടയുടെ ഒക്കെ ഒരു അവസ്ഥ ഇങ്ങനെ കാണുമ്പോ എന്തോ പോലെ തോന്നില്ലേ? ഇല്ല, ഇനി മിക്സിയിലിട്ട് അടിക്കുള്ള ചിക്കൻ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ മിക്സിയിലിട്ട് അടിക്കും. കാണിച്ചു തരാം. അടുത്തെന്താ പരിപാടി? ഇതെല്ലാം കൂടെ അങ്ങോട്ട് എടുത്തിടുക, മിക്സിയിലിട്ട് നല്ലോണം അങ്ങോട്ട് അരക്കുക കേട്ടോ. നല്ലപോലെ വന്നു കേട്ടോ, ഇഡലി പോലെ, മുട്ട ഇഡലി. ഉപ്പിട്ടില്ല, അതുകൊണ്ട് വെള്ളത്തിലായിരിക്കും. ചിക്കൻ ഇടൂലേ, അതെ. ചീസ് ഇട്ടു, ചീസ്, ഉപ്പ്, കുറച്ച് പാൽ. എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, എല്ലാരും പാൽ ഒഴിക്കുന്നുണ്ട്. കൺസിസ്റ്റൻസി കിട്ടാനായിരിക്കും. ഷാർജ ഷേക്ക് അല്ല, കുറച്ച് മതി. മതിയോ? മതി മതി മതി. നമ്മുടെ പെരിപ്പെരി മയോടെ അതേ കളർ. അടിപൊളി സാധനം. സീരിയസ്ലി മുട്ടയുടെ സൂപ്പർ. സ്മാഷ് ചെയ്തെടുക്കണം. നമ്മൾ ബോൺലെസ് എടുക്കണം കേട്ടോ, അതാണ് കറക്റ്റ് പരിവ്. നശിപ്പിക്കാനേ പിച്ച് ചീന്തവനെ കൈ. ഇതേ ശരിയാവും. അരച്ചു വെച്ച ഇത് തോനെ കേട്ടോ, ഇത്ര വേണ്ട നമുക്ക്. സവാള, അര സ്പൂൺ സവാള. കുറച്ചുകൂടി വേണമെങ്കിൽ ചോപ്പ് ചെയ്യായിരുന്നു, പക്ഷെ കനം കൂടി പോയോന്ന് ഡൗട്ട്. തക്കാളി, ഓൾറെഡി നമ്മൾ ഇത് ഇട്ടതായതുകൊണ്ട് ഉപ്പ് വേണമെന്നില്ല. ഉപ്പ് വേണ്ട, ഉപ്പുണ്ടാകും, നല്ല ഉപ്പുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. മല്ലിയിലൊക്കെ വേണമെങ്കിൽ ഇടാൻ കേട്ടോ, ആവശ്യാനുസരണം. ഓക്കെ, ഇനി അടുത്ത വീറ്റ് ബ്രെഡ്. ആട്ട ബ്രെഡ് അല്ലേ? ആട്ട ബ്രെഡ്. ആട്ട വീറ്റ് എന്ന് പറഞ്ഞ മൈദ അല്ലേ ആക്ച്വലി? അല്ലേ? വീറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞ മൈദയാണ്. ഞാനും അതിൽ ഭയങ്കര ഡൗട്ടാണ്. കാരണം ചില പാക്കറ്റിലൊക്കെ വീറ്റ് ഫ്ലോർ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ മൈദ എഴുതിയിരിക്കും. അത് വീറ്റ് ആണോ മൈദയാണോ? ഇനി നമ്മൾ സാധനം ഫില്ല് ചെയ്യും കേട്ടോ. ഫില്ലിങ്സ് നല്ലോണം തേച്ചോ കേട്ടോ, കാരണം ഇഷ്ടം പോലെ ഉണ്ട്. ഓ സെറ്റ് ഗൈസ്, നല്ല മണം കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പൊ ചില ദിവസം മിക്കപ്പോഴും നമ്മൾ ബ്രെഡ് ഓംപ്ലേറ്റ് ഇതായിരിക്കും നമ്മളെ ബ്രെഡ് ഓംപ്ലേറ്റ് ആണ് നമ്മൾ ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്തു. ഇതല്ലേ എൻ്റെ ഫില്ലിങ്സ് ഒക്കെ അടിപൊളി. മുട്ട ഒരെണ്ണം ഇട്ടാലും മതി. ഞാൻ പറഞ്ഞില്ലേ, കാരണം ഇത് മുട്ട മുന്നിൽ നിൽക്കുന്നല്ലേ, മുട്ടയുടെ ഫ്ലേവർ മുന്നിൽ നിൽക്കുന്നു. 2 മുട്ട ഇട്ടു, 2 മുട്ട ഇട്ടു നമ്മള്. അടിപൊളി. അമ്പൂട്ടിന് ഇഷ്ടപ്പെട്ടോ? ചെറുതായിട്ട് ബ്രെഡും പിന്നെ ചാറോടെ മുക്കി കൊടുത്തു. അത് വേണ്ട, ഒരു വലുത് മതി. ചിക്കന്റെ മുട്ടയുടെ ബ്രെഡ് നല്ല സോഫ്റ്റ്, നല്ല അടിപൊളി. നീ പറഞ്ഞ ബ്രെഡ് ടോസ്റ്റ് ചെയ്താൽ കുറച്ച് കട്ട് ചെയ്യും കേട്ടോ സാധനം. പക്ഷേ ഗൈസ് അടിപൊളി സാധനം. അപ്പൊ ഗൈസ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിനി ലഞ്ചിന് കാണാം. ഹേ ഗൈസ്, അടുത്തത് അയ്യോ ഞാൻ ഒരുത്തം പേടിച്ചൊറ്റ ഓട്ട നിക്കറാ. അതെന്തൊരു ആക്ഷൻ, അതെന്തൊരു ആക്ഷൻ. അപ്പൊ ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കുന്നത്. ആൾറെഡി മൃദുല കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. നമുക്കിവിടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ബ്രൊക്കോളി റെഡി ആയിട്ടുണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ സ്പെഷ്യൽ ആണ് ഇന്ന്, നമ്മുടെ മഷ്റൂം തീയലാണോ എന്താണ്, നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണോ? മഷ്റൂം കറി, മഷ്റൂം കറി ആൻഡ് ചോറ്. ബാക്കിയൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇവിടെ ചട്ടിക്കകത്ത് അവള് നമ്മുടെ ജീരകവും പട്ടയും നമ്മുടെ സ്റ്റാർ, ഏലക്ക, പിന്നെ വറ്റൽമുളക് എല്ലാം ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ഇത് ഞാൻ മസാല തേച്ച് വറുത്തെടുത്തു. ഓക്കെ ഓക്കെ. അടുക്കള ഇങ്ങനെ കിടക്കുന്നത് കാണണ്ട. ഞാൻ ഇത്രയും നേരം ഇവിടെ ഇല്ലായിരുന്നു. ഞാനാണെങ്കിൽ കാറിന് ഇൻഷുറൻസ് തീർന്നു, അങ്ങനെ എടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പം അമ്പൂട്ടനെ വെച്ചോണ്ട് അവള് ഇത്രയും ഹാൻഡിൽ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അതായത് ഇവിടെ മൊത്തം അടുക്കള. നീ ലാസ്റ്റില്ലേ ക്ലീൻ ചെയ്യുന്നല്ല? ലാസ്റ്റ് ഇച്ചിരി കരിവേപ്പില, വെളുത്തുള്ളി അരിഞ്ഞത്, ഇച്ചിരി ഒരു പച്ചമുളക് അരിഞ്ഞത്, പിന്നെ സവാള ഇടട്ടെ, ഒരു സവാള. ഇത് മഷ്റൂം റോസ്റ്റ് ആണോ മഷ്റൂം കറിയാണോ? കറി. മസാലപ്പൊടി മുളക് ഇത്ര മതിയോ? ഇതെന്തോ കയ്യിലെന്തോ ട്രെൻഡാ.
ഇപ്പം കുറച്ച് മീനും കൂടി മീൻകറി ആയല്ലോ. കളർ നോക്ക്, നമ്മളെ മുളക് പൊടി നല്ല അടിപൊളി പിരിയനാണ് കേട്ടോ, പിരിയൻ കളറാണ്. ഗ്രീക്ക് യോഗേർട്ടും തക്കാളിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ക്രീമി കളറായി. കുറച്ച് മല്ലിയില കൈ. നമ്മളെ ലാസ്റ്റ് നമ്മളെ മഷ്റൂം കൈ. ആ ഒരു കളറൊക്കെ സെറ്റ് നമ്മളെ നോർത്ത് ഇന്ത്യൻ കറിയുടെ ഒരു കളറൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ഒരു റൊട്ടിയോ നല്ല ബട്ടർ റൊട്ടിയോ ഗാർലിക് റൊട്ടിയുടെ കൂടെ ഒക്കെ സെറ്റാണ്. ചോറിൻ്റെ കൂടെ കാട്ടി ഇത് റൊട്ടി ഐറ്റംസിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. കറി കിടിലൻ ലുക്കല്ലേ ഗൈസ്, കാണാൻ അടിപൊളി കേട്ടോ. അങ്ങനെ നോർത്ത് ഇന്ത്യൻ കറിയൊക്കെ വെക്കാൻ പഠിച്ചു കുട്ടി. ഗൈസ്, അമ്പൂട്ടന്റെ ഇപ്പോഴത്തെ മെയിൻ കളി എന്തോന്ന് അറിയാം? കണ്ടോ, അവന്റെ വണ്ടിയുടെ ഡിക്കിക്കകത്ത് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറക്കിയിട്ടിട്ട് അതിന്റെ മുകളിൽ കയറിയിരുന്ന് ഓട്ടിക്കും നമ്മള്. ഇല്ലേ അമ്പു? ആ നിറക്കി ഡിക്കിക്കകത്ത് നിറക്കി. നമ്മളെ SUV കേട്ടോ, നമ്മളെ ഗ്രീൻ ഫോർച്യൂണർ, അത് പച്ച ഫോർച്യൂണർ. ആ നിറക്കി. ഇനിയില്ല, തീർന്നാ? കണ്ടോ ഇതാ നമ്മൾ ഡിക്കി. നമുക്ക് ഡിക്കി അടയ്ക്കാം. ഇനി മോളിൽ കയറിയിരുന്നോ? എന്തായി, ചോറോണം പോണോ? ചോറ് ഇച്ചിരി വെന്ത് പോയാ. തലയാട്ട് നോക്കി. ഫുഡ് ഇഷ്ടപ്പെട്ട ഇങ്ങനെ തലയാട്ട്. ചിക്കൻ ഫ്രൈ, നമ്മുടെ ബ്രൊക്കോളി തോരൻ, നമ്മള് ചീരത്തോരൻ കേട്ടോ, പച്ച ചീരത്തോരൻ, മഷ്റൂം കറി. എപ്പോഴും ചിക്കൻ കറി മീൻ കറി ഒക്കെ അല്ലേ വെക്കുന്നത്, അപ്പൊ ഒരു വെറൈറ്റിക്ക് വേണ്ടി. മഷ്റൂം കറി അടിപൊളി. ചോറ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ. അച്ഛൻ കൊള്ളാം കേട്ടോ, അടിപൊളി. കറക്റ്റ് നമ്മുടെ റൊട്ടിയുടെ കൂടെ ഇത് സെറ്റായിരിക്കും കേട്ടോ. ചിക്കൻ ഫ്രൈ. അമ്പു എങ്ങനെയുണ്ട് അമ്പു? അവന് പിടിക്കാൻ മതി. അവന് കറക്റ്റാ കേട്ടോ, അമ്പുവിന് കറക്റ്റാ. ബ്രൊക്കോളി ഞാനും കൂട്ടിയില്ല. നമ്മള് മഞ്ഞപ്പൊടി ഉപ്പ് മാത്രമായിട്ട് വേവിക്കുന്നല്ലേ? കുളിച്ചോ? എന്റെ പെണ്ണുമ്പിള്ള കുളിച്ചേ. അമ്മ കുളിച്ചേ. അമ്പൂട്ടൻ കുളിച്ചില്ല. അമ്പൂട്ടൻ ഉറക്കമൊക്കെ ഉറങ്ങി. രാവിലെ കുളിച്ച് ഇപ്പൊ ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ കഴുകി ഡ്രസ് മാറി. അതെ, നമ്മളമ്മ താടാവേ കാണും. താടാവേ ഇപ്പൊ വീഡിയോ എടുക്കുമ്പോ ഭയങ്കര നാണമൊക്കെയാ. ഡാൻസ് കളിക്കുമ്പോ ആരും കാണാതൊക്കെ കളിക്കുന്ന നമുക്ക് ഭയങ്കര നാണോ. ഇപ്പൊ അകത്ത് പോയൊക്കെ കളിക്കും. ഇപ്പൊ നമ്മള് കാണരുത്. ഇപ്പം പല കെറു കെറു വരും, നമ്മൾ വഴക്കുറഞ്ഞ വാശി വരും, നിർബന്ധം, ഡാൻസ് കളിക്കുന്ന നാണം, അതൊക്കെ ഇപ്പം വന്നു തുടങ്ങി കേട്ടോ. പൂനെ നമുക്ക് ഈ സ്നാക്ക് ടൈം ആണ്. നമ്മൾ കുളിച്ച് ഫ്രഷ് ആയി, ഞാനും ഡ്രസ്സൊക്കെ മാറി. കുളിക്കുന്നതിന് മുന്നേ ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടി 3 സവാള, നമുക്ക് 3 പേർക്ക് മതിയല്ലോ, 3 സവാള അരിഞ്ഞ് ഉപ്പ് ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടേ. എടുക്കുന്നടി അതിനായിട്ട് ഭയങ്കര കളിയായിരുന്നു. അമ്പു ബലം പിടിക്കുക. ഡയപ്പർ ഇട്ടിട്ടുണ്ടല്ലോ മുക്കുന്നു. അതാ ഇരിക്കുന്ന പൊസിഷൻ അല്ലേ. ഒരു പച്ചമുളക്, ഇഞ്ചി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് വന്നിട്ടുണ്ട് ഒരാള്. ഇതേ കണക്ക് വന്ന് അവളെ പാൻറ്റിനകത്തിട്ടും പാവാടൊക്കെ ഇട്ടിട്ട് വലിയ കുറച്ച് മൈദ, ലേശം മൈദ, കടലമാവ് കുറച്ചുകൂടെ ഇടാം. കളറിന് വേണ്ടി മാത്രം കുറച്ച് കാശ്മീരി ചില്ലി. എരി വേണ്ട.
കളറിന് വേണ്ടി മാത്രം. വണ്ടി ഓടിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ കരിവേപ്പില ആയിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇളക്കുക. ഓക്കെ, ഇനി കൈവശം നന്നായിട്ട് മിക്സ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്താ ഈ സവാളയുടെ ആ ഒരു വെള്ളാംശം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് സെറ്റ് ആയി. കുറെ നേരം കൊണ്ട് വെള്ളാംശം ലിറ്റർ കണക്കിന് വെള്ളം പിന്നെ ഉണ്ടാക്കുന്ന. നീ കണ്ടില്ലേ ഞാൻ പിഴിഞ്ഞെടുത്തത്? നമുക്ക് ഇന്ന് തിന്നണ്ടേ അമ്പു? നമുക്കിന്ന് തിന്നണ്ടേ? അയ്യോ, ഉണ്ടാക്കിട്ട് വരാം. ഉണ്ടാക്കിട്ട് കൈ എങ്ങനെ തൊടടി. താണ്ടെ പുള്ളി ഇരിക്കുന്നുണ്ടോ? നിനക്ക് എന്നും കുന്നും പൊള്ളലേ ഉള്ളൂ. എനിക്കറിയത്തില്ല. ടാഗ് നിങ്ങളുടെ വൈഫ് അങ്ങനാണോ? അടുക്കള കയറിയ പൊള്ളലോട് പൊള്ളല. സൂക്ഷിച്ചാലും പൊള്ളും. എനിക്കറിയത്തില്ല. താണ്ടെ കൈവച്ച് തന്നെ ഒരു കറക്റ്റ് ഒരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഒരു ഷേപ്പ് ഒന്നും കേട്ടോ. അതെ, എല്ലാ എണ്ണയിലങ്ങ് പീരിക്കും. അങ്ങനെ ദുരന്തം പറഞ്ഞല്ല, ആക്ച്വലി അങ്ങനെ ആവാറുണ്ട്. ഇവിടെ നമുക്ക് തേയില ചായ ആണോ തേയിലാണോ? കോഫി ആക്കിയാലോടാ. പാൽ കോഫി ആക്കാം. കേക്ക് അങ്ങനെ ആയാൽ നിനക്ക് ഇന്നത്തെ ചായയുടെ കൂടെ എന്താന്നറിയോ? ഒനിയൻ ഫ്രൈ. ഇത് നോർത്ത് ഇന്ത്യനിൽ ഒണിയൻ പക്കോട എന്ന് പറയും. അത് ഇതല്ലേ, ചെറുതാ പക്കോട. ഗ്യാസിനൊക്കെ ഭയങ്കര വിലയാണ്. പിന്നെ ഒന്നിനു വേണ്ടി പിന്നെ ഉണ്ടാക്കുവോ? സത്യത്തിൽ എല്ലാം കൂടി ഒന്നിച്ചു പോകാനുള്ള ഉള്ളായിരുന്നു. ഈവനിങ് സ്നാക്ക് റെഡി. കടയിൽ നിന്ന് വാങ്ങുന്നവരുണ്ട്. സീരിയസ് ആയിട്ട് സൂപ്പർ സാധനം കേട്ടോ. അടിപൊളി കേട്ടോ. മുതലേ പിന്നെ ഒരു അരിയെ എണ്ണ മുങ്ങി കിടക്കണം. നമ്മള് എണ്ണ ഡീപ് ഫ്രൈ അല്ല, അപ്പുറം പറ്റുന്ന രീതിയിലാണ് ഞാൻ ഫ്രൈ ചെയ്തത്. എന്നിട്ട് നല്ലോണം മുരിഞ്ഞ് ഇവിടെ ഒരുത്തൻ കരയിൽ കൊടുക്കുക. ചൂട് പൊന്നോനെ, ചൂടൊക്കെ. അവന് ഉള്ളിവട ഇഷ്ടം. എന്താന്നറിയാം, അന്നൊരു ദിവസം ഉള്ളിവട വാങ്ങിച്ചിട്ട് നമുക്ക് തന്നില്ല, ഓർക്കുന്നോ? ഇച്ചിരി ഉള്ളിവട കൊടുത്തില്ല. ചൂടാ കേട്ടോ പുള്ളി. അണ്ണാക്കി പോയി ഒട്ടിയിരിക്കും മാവ്. എന്നോ ഒരു ദിവസം ഞാൻ എവന് എന്തോ കൊടുത്ത്, ദോശയാണോ എന്തോ കൊടുത്തത്, ദോശയാണെന്ന് തോന്നുന്നു. ഇവിടെ നാക്കി ഒട്ടിയുണ്ട്. ചൂട് ദോശ. പൊളി കാണാം. എന്റെ പാൽക്കാപ്പിയും കൂടെ കുടി. പൊളി സാധനം കഴിച്ച് കഴിച്ചിട്ട് വരാം. ഡേ ആണല്ലോ. അമ്പു ഇടയ്ക്ക് തിന്നുന്നേം കൂടെ കാണിക്കണമല്ലോ. അവന് കുറുക്കൊക്കെ കൊടുക്കാത്ത എന്താന്ന് വേണമെങ്കിൽ ചോദിക്കുമായിരിക്കും. ഉണ്ടാക്കിയാ ഞാൻ കുടിക്കണം. കുറുക്ക് വേണ്ട അവന് വേണ്ട, അവൻ കുടിക്കൂല. നമ്മൾ എന്ത് കഴിക്കുന്നോ ആ ഫുഡാണ്. ചോറ്, തോരൻ, ചിക്കൻ ഇതൊക്കെയാണ് ഇഷ്ടം. മുട്ട ഇടയ്ക്ക് വെച്ച് കഴിക്കത്തില്ലായിരുന്നു, ഇപ്പൊ കഴിക്കും. തന്നെത്താനെ വെള്ളം കുടിച്ച് ഉണ്ടാക്കിയിട്ടില്ല. അതൊരു കളിയായിട്ടാ. നമ്മളും തലയാട്ടി കൊടുക്കണം കേട്ടോ, സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലും അടുത്തതിന് വാ തുറക്കും. നമുക്കിനി രാത്രി ചോറ്. പക്ഷേ ഞാനേ ബാക്കി നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടല്ലോ, പിള്ളേർക്ക് ഇങ്ങനെ കാക്ക പൂച്ചയെ കൊണ്ടുകിടന്ന് തീറ്റിക്കുന്നത്. ഇതിരട്ടോ എന്റെ കുഞ്ഞിനെ കണ്ണുവിടുവല്ല, അവന് വയ്യാതായുള്ള. അല്ലാണ്ട് അവൻ ഫുഡ് കഴിക്കുന്ന കാര്യത്തില് വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും പറയും, കുഞ്ഞ് ഫുഡ് കഴിക്കുന്ന വീഡിയോ അങ്ങനെ ഇടണ്ട, കഴിക്കുന്ന കണ്ട പിന്നെ പിള്ളേർ കഴിക്കത്തില്ല എന്നൊക്കെ പറയും. മൃദുലയ്ക്ക് അതിൽ വിശ്വാസമുണ്ടോ? ഇടയ്ക്ക് അങ്ങനെ തോന്നും. പിന്നെ കുഴപ്പമില്ല, അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ അവന് വേണമെങ്കിൽ അവൻ കഴിച്ചോളും. പിന്നെ ഏട്ടനെ പോലെ തന്നെ വേണ്ടാന്ന് നിർത്തിയാ പിന്നെ തിന്നൂല. ഞാൻ കഴിയങ്ങോട്ട് നല്ല കൊച്ചായിട്ട് കഴിക്കും, നല്ല കൊച്ചായിട്ട് കഴിക്കും. എന്താണ് പരിപാടി? ആലു പൊറോട്ട. ഇന്ന് ഫുൾ നോർത്ത് ഇന്ത്യൻ വൈബാണല്ലോ. എന്തോ ഒരു വെറൈറ്റി കുടിക്കാന്ന് വിചാരിച്ചു. എപ്പോഴും കേരള സ്റ്റൈലല്ലേ. സോ ആലു പൊറോട്ട ഉണ്ടാക്കാൻ അറിയണത്. ഇവിടെ ഉരുളൻകിഴങ്ങൊക്കെ എല്ലാം അറിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. സവാള, ഇത് ഒരു സവാളയാ. നമുക്ക് ഒരു ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതൽ. രാവിലെ എടുക്കാല്ലേ? രാവിലെ കൊണ്ട് എടുക്കാം. കേക്ക്, ഇത് ഒരു സവാളയാ. ഒരു സവാള എത്ര ഉണ്ടാവും? സവാള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിയില, ജീരകം. ഞാൻ ലാസ്റ്റ് നമ്മള് ആലു പൊറോട്ട എവിടെ നിന്ന് കഴിച്ചെന്നറിയോ?
നമ്മളിവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കി. ഇൻസ്റ്റന്റ് ഉണ്ടാക്കി. പിന്നെ ഏറ്റവും അടിപൊളിയായിട്ട് കഴിച്ച നമ്മൾ മുംബൈയിൽ മുംബൈയിൽ ചേച്ചി കൊണ്ടുവന്ന ഒരു ദിവസം ലാസ്റ്റ് കഴിച്ച ഇടുന്നെന്ന് പറയാമോ? വീട്ടിൽ ചലഞ്ചിനുണ്ടാക്കി. ചലഞ്ചിനുണ്ടാക്കി നമ്മള്. അത് കഴിഞ്ഞ് നമ്മൾ ആലു പൊറോട്ട കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് കഴിച്ചത്? അത് കഴിഞ്ഞ കഴിച്ചേ അവള് ട്രെയിനിൽ പോയി. വന്ദേ ഭാരതിൽ നമുക്ക് ചെറിയൊരു ആലു പൊറോട്ട കിട്ടി. ശരിയാ എനിക്ക് ഞാൻ ക്യാമറ എടുത്തപ്പോ എന്തുവാ തുടങ്ങി. ഒരു അരമണിക്കൂർ കൊണ്ട് കുക്ക് ചെയ്യേണ്ടത് ഞാൻ 1 മണിക്കൂറാവും. കുറച്ച് ഗരം മസാല, കുറച്ച് മുളക് പൊടി, എന്നിട്ട് ഇതിൽ കുഴി കുഴിക്കണം. നമ്മളിതിൽ കുഴക്കട്ട ഉണ്ടാക്കുന്ന പോലെ. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്ത് ഉരുള ഉരുട്ടി ഇതിലോട്ട് വെക്കണം. എന്നിട്ട് ഇതങ്ങ് കവർ ചെയ്യണം. കുറച്ചുകൂടെ മാവ് എടുക്കേണ്ടതായിരുന്നു. ചമ്മിയേ അമ്മ വഴക്ക് പറഞ്ഞേ അത് തുറന്നപ്പം. അയ്യേ ചമ്മിയേ അയ്യേ ചമ്മി. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി. കാരണം നമ്മൾ സാധാരണ ഇത്ര കട്ടിയുണ്ട് തിന്നല്ലോ നമ്മൾ ആലു പൊറോട്ട. ഇച്ചിരി കട്ടിയുണ്ട്. ശരിയാട്ടോ, ഇതേ കണക്ക് വരണം. മേലിൽ തെളിഞ്ഞു വരണം. അങ്ങനെ വരണം. അപ്പൊ ഇത്രേ ഉള്ളൂ. പക്ഷെ ഈ സാധനം കൂടുതലാട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മൃദുല എങ്ങനെയാലേ ഉണ്ടാക്കി വരുമ്പോ ക്വാണ്ടിറ്റി ചെറിയ. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് അടുത്ത് പറഞ്ഞു ഇന്ത്യൻ ഒരു കലം ചോറ് നമ്മൾ 2 ഗ്ലാസ് രാത്രിയും ചോറ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 1.5 ഗ്ലാസ്. പിന്നെ അത് ഇച്ചിരി വെന്ത് പോയിട്ട് നമുക്ക് രാത്രി ആലു പൊറോട്ടയൊക്കെ വിചാരിച്ചേ. എനിക്ക് അധികം വന്നാലും കുഴപ്പമില്ല, തികയാതെ വരല്ലേ. അങ്ങനെ നമ്മുടെ ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമുക്ക് ഇത്ര ഐറ്റം ഒന്നും ഒരു ദിവസം ഉണ്ടാവാറില്ല കേട്ടോ. അല്ല, ഉച്ചക്കത്തെ ഫുഡ് തന്നെ രാത്രി കഴിക്കും. അങ്ങനെ രാത്രിയിലത്തേക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ടൊന്നും ചിലപ്പോ സാലഡ് അങ്ങനെ ഉണ്ടാക്കിയാലായി. അല്ലാതെ നമ്മള് ഒന്നും ഉണ്ടാക്കാറില്ല. ഇന്ന് പിന്നെ മഷ്റൂം ഉള്ളത് കൊണ്ട് നമുക്ക് ആലു പൊറോട്ട ആക്കാമെന്ന് വിചാരിച്ചു. അതെ, ചോർച്ച് വെന്ത് പോയത് കൊണ്ടും നമുക്ക് ആലു പൊറോട്ടയിലായിട്ട് നമ്മൾ ലാസ്റ്റ് എത്തിച്ചേർന്നിരിക്കുന്നു ഗൈസ്. നമ്മുടെ കറിക്കകത്തോട്ട് അങ്ങോട്ട് പക്ക കോമ്പിനേഷനാണ്. ഇതാണ് പക്ക കോമ്പിനേഷൻ. ചോറിൻ്റെ കൂടെ കുറച്ച് കട്ടി കുറച്ച് കളയാം. കുറച്ച് കട്ടി കൂടി ഉണ്ട്. അടിപൊളിയല്ലേ? രാത്രി ഒരുപാട് അതിഥികളുണ്ടല്ലോ നമുക്ക്. പൂച്ചക്കാണ് ആളുപൊടോട്ടാ. നമ്മുടെ വയറ് നിറഞ്ഞില്ലേ, അതുങ്ങളുടെ നിറയിട്ട്. ഇതാരായി സംസാരിക്കുന്നേ? ഇവിടെ ഇരുന്നിട്ടേ കടിച്ചോണ്ട് പോവുകയാ. ഒരുപാട് അടുത്ത് വരുന്ന പേടിയാട്ടോ. ഒരുപാട് അടുത്ത് വരുന്ന പേടിയാ. എന്നെ പിടിച്ചോണ്ട് വേണ്ട. ഹായ്, വാട്ട് ഈസ് യുവർ നെയിം? അച്ഛ പിടിക്കട്ടെ. പൂച്ച അള്ളിയ ലാസ്റ്റ് ടീറ്റ് എടുക്കേണ്ടി വരും. ഇല്ല, ഈ പൂച്ച അള്ളിയാൻ ടീറ്റ് എടുക്കണ്ടേ? കാർട്ടൂണി കണ്ട പൂച്ച. നിന്റെ ആലു പൊറോട്ട അത്ര താല്പര്യം ഇല്ല. എന്റെ തിന്നാ കൊള്ള. എന്റെ വണ്ടിക്കകത്ത് ബോണറ്റിൽ കയറി അള്ളി വെച്ച എല്ലാത്തിനും മുതുകളൊക്കെ കിട്ടും. എന്റെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. വേറൊരു പൂച്ചയുണ്ട്. ഇതുങ്ങൾ ഇച്ചിരി പാവമാണ്. ആ കളർ കണ്ടോ? അത് മൊത്തത്തിൽ കളറുള്ള ഒരു പൂച്ചയുണ്ട്. ആ ചെമ്പൻ കളർ. അവൻ എന്റെ ഫോർച്യൂണറിൽ കയറി മാന്തി എന്റെ ബീവേടിക്കകത്ത് കയറി ഗ്ലാസ്. ഗൈസ്, അപ്പൊ നമ്മുടെ വാട്ട ഈറ്റിനിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ രാത്രി നമ്മളിതേ പുറത്ത് നമ്മൾ അടുക്കളപ്പുറം ഭയങ്കര തണുപ്പാട്ടോ. ചുമ്മാ അവിടെ വന്നിരിക്കാൻ ഭയങ്കര രസമാണ്. സോ വൈകിപ്പിക്കാം. താങ്ക് യു സോ മച്ച്. ഇന്ന് ഒരുപാട് ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടായിരുന്നു. വെറൈറ്റി ഐറ്റംസ്. അതെ. ഈ 3 നേരമൊക്കെ നമ്മൾ കഴിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ വയറ്റിനില്ല. യാത്ര പോകുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ അല്ലതും കില്ലതുമായിട്ടുള്ള ട്രിപ്പൊക്കെ മലേഷ്യയിലൊക്കെ പോകുമ്പോൾ ചുമ്മാ കഴിക്കും. അത് രസമാണ്.
സോ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള വീഡിയോ കാണുന്നവരെ ബൈ. ഇല്ലല്ലോ ഒരു വട്ടം നമ്മളാക്കും.